ഹായ് വെൽക്കം ബാക്ക് ടു നോളജ് ബ്ലോഗർ ആൻഡ് പേര് സ്റ്റെഫി. നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് കോസ് 2x ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 6x. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ 3 കോസ് എക്സ് ഉണ്ട് അല്ലേ, 3 കോസ് എക്സുകൾ കിടപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കോസ് എ ഇൻറ്റു കോസ് ബി. എന്താണ് കോസ് എ ഇൻറ്റു കോസ് ബി? 1/2 ഇൻറ്റു cos a plus b plus cos a minus b ആണ് നമുക്കറിയാം അല്ലേ. അപ്പം ഇത് ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? അപ്ലൈ ചെയ്യാൻ പോവാ. ഈ ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ പോവാ. പക്ഷെ ഇവിടെ 3 കോസുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം 2 എണ്ണത്തിന് നമ്മൾ അപ്ലൈ ചെയ്യും. നോക്കിയേ. സോ ഇൻ്റഗ്രൽ ഓഫ് കോസ് 2x. അപ്പം ഞാൻ ഈ കോസ് 4x കോസ് 6xന് ഞാൻ ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു കോസ് എ ആരാ? 4x ആണ് എ വരുന്നത്. സോ എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബി. 4x പ്ലസ് 6x ആണ് ബി. സോ 4x പ്ലസ് 6x പ്ലസ് കോസ് 4x മൈനസ് 6x എന്ന് വരും ഡി എക്സ്. ഓക്കെ, അപ്പം ഈ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തെടുക്കുന്നു. സോ കോസ് 2x ഉണ്ട് ബ്രാക്കറ്റ്. ഇപ്പം എന്താണ് ഈ കോസ് 4x പ്ലസ് 6x? കോസ് 10x. കോസ് 10x. അടുത്തത് എന്താണ് ഈ കോസ് 4x മൈനസ് 6x? 4x മൈനസ് 6x എന്ന് പറഞ്ഞാൽ മൈനസ് 2x ആണ്. അപ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അതായത് കോസ് ഓഫ് മൈനസ് 2x എന്ന് പറഞ്ഞാൽ കോസ് 2x പ്ലസ് cos 2x dx. ഓക്കെ, ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതി. സോ 1/2 ഇൻ്റഗ്രൽ ഓഫ് കോസ് 2x കോസ് 10x പ്ലസ് കോസ് 2x ഇൻറ്റു കോസ് 2x dx. ഓക്കെ ആണോ? സോ 1/2 ഇൻ്റഗ്രൽ ഓഫ് കോസ് 2x കോസ് 10x. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഐഡൻറ്റിറ്റി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു കോസ് 2x പ്ലസ് 10x പ്ലസ് കോസ് 2x മൈനസ് 10x. ഇനി എന്താണ് കോസ് 2x ഇൻറ്റു കോസ് 2x? എന്താണ്? കോസ് സ്ക്വയർ 2x ആണ് പ്ലസ് കോസ് സ്ക്വയർ 2x dx. ഇങ്ങനെ വരും. അപ്പം എഗെയിൻ ഒരു 1/2 കോമൺ ഉള്ളതുകൊണ്ട് 1/4 ആയി. സോ ഇൻ്റഗ്രൽ ഓഫ്, അപ്പം ഇവിടെ ഈ 1/2 എന്ന് പറയുന്നത് മൊത്തത്തിനായിരുന്നു കോമൺ അല്ലേ, പക്ഷെ ഈ 1/2 എടുത്തത് ഈ ആൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ മാറും? കോസ് 10x പ്ലസ് 2 കോസ് 12x 2x മൈനസ് 10x മൈനസ് 8x. സോ പ്ലസ് കോസ് 8x ഉണ്ടോ? പ്ലസ് കോസ് മൈനസ് 8x ആണ് വരുന്നത്. സോ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. സോ അതുകൊണ്ടാണ് കോസ് 8x എന്ന് വന്നത് കേട്ടോ. സോ ഡി എക്സ് പ്ലസ് ബാക്കി ആര് കിടപ്പുണ്ട്? പ്ലസ് 1/2 കോസ് സ്ക്വയർ 2x ഡി എക്സ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1/4. ഇതിന് ഒരു വട്ടം കൂടെ എഴുതുവാണേ. കോസ് 12x പ്ലസ് കോസ് 8x dx പ്ലസ് 1/2. ഈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x/2 ആണ്. അപ്പോൾ ഇവിടെ കോസ് എക്സിന് പകരം 2x ആയതുകൊണ്ട് 1 പ്ലസ് കോസ് 2 ഇൻറ്റു 2x കോസ് 4x വരും /2 dx അല്ലേ. ഇൻ്റഗ്രൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇൻ്റഗ്രൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. സോ 1/4 ഓരോന്ന് നോക്കാം. എന്താണ് കോസ് 12xൻ്റെ ഇൻ്റഗ്രൽ? എന്താ കോസ് 12xൻ്റെ ഇൻ്റഗ്രൽ? എന്താ? സൈൻ 12x/12. അടുത്ത കോസ് 8xൻ്റെ ഇൻ്റഗ്രൽ സൈൻ
8x by 8. Okay. Plus 1 by 4 ഉണ്ട് കോമൺ. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് തന്നെയാണ്. പിന്നെ അടുത്തത് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്. പിന്നെ അടുത്ത cos 4xൻ്റെ ഇൻ്റഗ്രൽ sin 4x by 4 പ്ലസ് സി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? sin 12x 12 into 4 by 48 plus sin 8x by 32 plus x by 4 plus sin 4x by 16 plus c. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. ഇവിടെ എല്ലായിടത്തും ഒരു 1/4 കോമൺ ഉണ്ട്. വേണമെങ്കിൽ 1/4 കോമൺ എടുത്തിട്ട് എഴുതാം. ഓക്കെ. അപ്പം ഇത് ഇച്ചിരി ലെങ്തി ഒരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.